ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര പറയാണ്, അച്ഛനും കൊച്ചനും ഇന്ന് തല ഉയർത്തിയൊക്കെ നടക്കുന്നെങ്കിലും നമ്മളെ കുടുംബത്തിന് ഒരു നാണക്കേടും വരാതിരിക്കുന്നെങ്കിലും അതിനെല്ലാം കാരണക്കാരൻ ആര്യൻ തന്നെയാണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ പകയും കുറച്ച് വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുകയാണല്ലോ. ഇങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് ഇനി മുതലെങ്കിലും ഈ പകയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് മാത്രമേ പകയും വൈരാഗ്യമൊക്കെ ഉള്ളൂ. ഇവിടെ ആർക്കും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആര്യനെ ചിലപ്പം വേറെ രീതിയിലായിരിക്കും കാണുന്നത്. ദേവമംഗലത്തുള്ള ബാക്കി എല്ലാവരെയും അങ്ങനെ തന്നെ ആവും നിങ്ങൾ കാണുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ആര്യനെ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അത്രയ്ക്കും വലിയൊരു ത്യാഗമാണ് ആര്യൻ എനിക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആര്യൻ്റെ കൂടെ നിൽക്കാനേ പറ്റൂ. പിന്നെ ഈ സ്വർണം ഞാൻ പണയം വയ്ക്കാൻ തീരുമാനിച്ചത് ആര്യന് വേണ്ടിയായിട്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പറയാൻ ധൈര്യമേ ഉള്ളൂ. കാരണം ഇത്രയൊക്കെ സഹായം, ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ആര്യന് എനിക്ക് അത്രയെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണ്ടേ അച്ഛാ, അത് മാത്രമേ ഞാൻ ചെയ്തോളൂ എന്നിങ്ങനെ മിത്ര പറയാം കേട്ടോ. അവസാനം നമ്മുടെ അനന്തം പറയണം, അച്ഛാ വാ, ഇനി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പോവാം. ഇതൊന്നും ഏട്ടൻ വിശ്വസിക്കരുത്, അച്യുതനല്ലേ പറഞ്ഞത് പോവാന്ന്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവാട്ടോ. കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും അങ്ങോട്ടും പോകുന്നുണ്ട്, ദേവമംഗലത്തുള്ളവരെല്ലാവരും ഇങ്ങോട്ടും വരുവാണ്. പക്ഷേ വീട്ടിൽ ചെന്ന് കയറി അച്യുതൻ അങ്ങോട്ട് വിടുന്നുണ്ടോ? എല്ലാവരും കൂടെ വിളിച്ച് ഹാളിലേക്ക് ഇരുത്തിയൊരു സഭ അങ്ങോട്ട് കൂടാട്ടോ. അതെ, ആ മിത്ര അവൾ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണ്. ഇതിൻ്റെ തിരക്കഥയും ഡയറക്ടറും എല്ലാം ആ ബാലൻ തന്നെയാണ്. അയാൾ പറഞ്ഞതുപോലെ അവിടെ എല്ലാവരും അഭിനയിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ അനന്തം പറയണം, കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മിത്ര പറഞ്ഞ് നമ്മൾ അറിഞ്ഞതല്ലേ. അനന്തേട്ടൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇത്ര ബുദ്ധിയില്ലായ്മ കാണിക്കല്ലേ. അവൾ പറഞ്ഞത് മുഴുവനും പച്ച കള്ളമാണെന്നേ. ഇതെല്ലാം ഈ ബാലൻ പറഞ്ഞു കൊടുത്തിട്ട് പറയിച്ചതാ. അല്ലാതെ പിന്നല്ലാതെ ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരാണോ? അവൾ പറയണം അതേപടി വിശ്വസിക്കും. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത്? അവൾ ഇവിടുന്ന് ഓടിപ്പോകുന്നു, വേറൊരാളെ പ്രണയിക്കുന്നു, അവിടെ പോയി അവളെ കാമുകൻ സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു, രക്ഷകനായിട്ട് ആര്യം വരുന്നു, അപ്പച്ചിയും ആര്യനും ചേർന്ന് കല്യാണം കഴിപ്പിക്കുന്നു. ഇതൊക്കെ എന്താ സിനിമയാണ്? ഇതൊക്കെ സിനിമയിലല്ലേ നടക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ. അവസാനം എന്നിട്ട് അവളുടെ ഒരു ഡയലോഗ്, ഞാൻ മരിക്കാൻ പോയിന്ന്, ചാവാൻ പോയിന്ന്, ഇല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ജീവനോടെ കാണില്ലെന്ന്. എന്നിട്ട് പറയണ പറച്ചിൽ കേട്ടില്ല അവൾ, ആര്യനാണ് ഞങ്ങൾ തല ഉയർത്തി നടക്കാൻ കാരണമെന്ന്. എനിക്ക് ഉരുകിപ്പോയി അവിടെ നിന്നിട്ട്. പിന്നെ ഇതിലും ഭേദം അവളങ്ങ് ചത്തു പോണതായിരുന്നു എന്നിങ്ങനെ പറയാട്ടോ നമ്മുടെ അച്യുതൻ. ഉടനെ അനന്തന് ദേഷ്യം വന്ന് സ്വന്തം മകളെക്കുറിച്ചായി പറയുന്നത് ചാടി എണിച്ചിട്ട് അച്യുതാന്നൊരു വിളി അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് അനന്തനെ നോക്കുകയാണ്. അനന്തൻ ഓടി വന്ന് അച്യുതൻ്റെ ഷർട്ടിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് പറയാം, എന്താണ് നീ പറഞ്ഞത്? നീ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എന്തൊക്കെ ആയാലും ശരി, അവൾ എൻ്റെ മോളാണ്, അവൾ ചത്തുപോട്ടെന്നാണോ നീ പറഞ്ഞത്? ഏട്ടാ, അത് ഞാൻ അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? കാര്യങ്ങളുടെ സത്യാവസ്ഥ മുഴുവനും ഞാനും കുറേയൊക്കെ അറിഞ്ഞതാ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പോലീസും എന്നോടെല്ലാം പറഞ്ഞു. അവരെന്തേ കള്ളം പറയൂ? എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചും കണ്ടെത്തിയിട്ടല്ലേ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ടിപ്പോൾ നീ എന്താ പറഞ്ഞത്? പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, ദേവമംഗലത്തുകാരോടും ബാലിനോടും ഒക്കെ നമുക്ക് വിരോധം ഉണ്ടായിരിക്കാം. പക്ഷേ മിത്ര അവൾ എൻ്റെ മോളാണ്. അവളെ എനിക്ക് വെറുക്കാനോ മറക്കാനോ ഒന്നും കഴിയില്ല. പറഞ്ഞ കേട്ടല്ലോ. അല്ല ഏട്ടാ, അത് പറഞ്ഞത് കേട്ടോന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. മേലിൽ ഇത് നീ ആവർത്തിച്ച് പോകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അച്യുതന്. അപ്പോഴാണ് നിരാമൻ എഴുന്നേറ്റ് പറയാം, മതി നിർത്ത്, നിങ്ങളിപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ തല്ലിച്ചാവോ എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദിതയും പറഞ്ഞു, പോട്ടെ വിട്ടുകളയാം, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇത് തന്നെയായിരിക്കും സത്യം, അവർക്കിപ്പോൾ കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മം പറയാണ്, ഏട്ടാ ഈ സ്വർണ്ണമൊന്നും അവരുടെ കയ്യിൽ അവിടെ നേരത്തെ കിട്ടിയിട്ടുള്ള കാര്യമല്ല, ഇത് കളവ് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്, ഇതിലൊരു കള്ളത്തരവും ഇല്ല. എടാ ധർമ്മ, നീ ആരാടാ എന്നെ ഉപദേശിക്കാൻ? നിൻ്റെ ഉപദേശം കൂടെ കേട്ട് വേണോ ഞാൻ ജീവിക്കാൻ? ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സുകന്യ വന്ന് പറയാട്ടോ. അതെ സുകന്യെ, അച്ചുവേട്ടാ ധർമ്മേട്ടനൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, അച്ചുവേട്ടൻ ഇന്ന് കാര്യമായിട്ട് എടുക്കണ്ട, പോട്ടെ എന്ന് പറയാം. പക്ഷെ നമ്മുടെ അനുമോളും പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളല്ല, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അച്ഛൻ്റെ സ്വത്തിനോടും പണത്തിനോടും ആർത്തി ഇല്ലാത്ത ആളാന്നൊക്കെ പറയാം. ഉടനെ അച്യുതൻ പറയുന്നുണ്ട്, അതേ എൻ്റെ പൊന്നു അനുമോളെ, നിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ നീ വലിയ വീരവാദമൊക്കെ പറഞ്ഞോ, പക്ഷേ നീ ഇപ്പം കൃഷ്ണമംഗലത്തെ ആളാണ്, ഇവിടുത്തെ ഉപ്പും ചോറും തിന്നാ നീ ഇപ്പം നടക്കുന്നത്. നന്ദി ഇവിടെ വേണം കാണിക്കേ, മനസ്സിലായോ? ഓണിങ്ങും കൂറങ്ങും കാണിക്കില്ലേ, അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോ, ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അനുമോളെ അടിച്ചകത്തി വയ്ക്കുകയാണ്. അവസാനം അമ്മയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ആ സമയത്ത് അനുമോൾ വന്ന് പറയാം, ഇനി ഇവിടെ ഇരിക്കണ്ട, മുത്തശ്ശി അകത്തേക്ക് വാ, നമുക്ക് അകത്തേക്ക് പോയി കിടക്കാം എന്നും പറഞ്ഞ് മുത്തശ്ശിയെ വിളിച്ചും കൊണ്ട് അനുമോൾ അകത്തേക്ക് പോവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ രാജശ്രീയും അച്യുതനും ആലോകം കൂടി ചേർന്നിട്ട് പറയാം, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പിന്നെ അവനുണ്ടല്ലോ, എത്രമാത്രം അടിയാണ് അവൻ എന്നെ അടിച്ചിട്ടുള്ളതെന്നറിയോ? ആര്യൻ അവൻ എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് തിരിച്ച് കൊടുക്കണം.
ആ അതൊക്കെ ഇവൻ തെറ്റ് ചെയ്തിട്ടല്ലേ കിട്ടിയത്, പക്ഷേ അതവർ സമ്മതിച്ച് കൊടുക്കൂലല്ലോ. അച്യുതനും പറയാനുണ്ട്, ഇത്തവണയും നമ്മൾ ദേവമംഗലത്തുകാരുടെ മുന്നിൽ തോറ്റു തൊപ്പിയിട്ടുണ്ട് വരേണ്ടി വന്നല്ലോടാ. ഇനി എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ വിട്ടുകൊടുക്കില്ല. ഞാൻ ഈ ജന്മം ബാലനെ വിട്ട് കൊടുക്കില്ല. ഞാൻ അവനുള്ള പക ഞാൻ തീർത്തുകൊണ്ടേയിരിക്കും. അമ്മയും അതുപോലെ എരികേറ്റി കൊടുക്കാറുണ്ടോ രാജശ്രീ. എന്നിട്ടാണെങ്കിൽ അലോക അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാനും വിട്ടു കൊടുക്കില്ല അച്ഛാ. ആര്യൻ അവനെ അങ്ങനെ അങ്ങ് നല്ല പിള്ള ചമയാൻ വേണ്ടി എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് വെച്ചില്ലേ. ആര്യൻ ഇന്ന് രാജാവിനെ പോലെ. പക്ഷേ അവനുള്ളത് ഞാനും കൊടുക്കുന്നുണ്ട്. അധികകാലം അവനിങ്ങനെ വാഴി നടക്കില്ല. ഒരു മിത്ര വന്നിക്കണം, മിത്ര എന്നും പറഞ്ഞു അവരങ്ങനെ കൂടിയാലോചിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ദേവമംഗലത്ത് എല്ലാവരും ഹാളിൽ നിൽപ്പുണ്ട്. മിത്രയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക കേട്ടോ. കാരണം മിത്ര കാരണം ഇത്രയൊക്കെ സംഭവിച്ചു. മീനാക്ഷിയും കുരുക്കിലായിട്ടുണ്ട്. ആര്യൻ ഇനി എന്തു പറയും, ആകെ പ്രശ്നമാണ്. നേരെ അച്ഛൻ്റെ അടുത്തേക്ക് അങ്കിളിൻ്റെ അടുത്തേക്ക് ബാലച്ചൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, അങ്കിളെ ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് എനിക്കറിയാം. നിങ്ങളോടൊന്നും പറയാണ്ട് ഞാൻ കൊണ്ടുപോയി പണയം വയ്ക്കാൻ നോക്കി. പക്ഷേ ആര്യന് വേണ്ടിയിട്ടാണെങ്കിലും ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിളെ. ആര്യനെ സ്വർണ്ണത്തിനോടും പണത്തിനോടും ഒന്നും ഒരു ആർത്തിയില്ല. എന്നോട് പറഞ്ഞതാണ് ഇത് തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ എൻ്റെ ആര്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് എൻ്റെ തന്നെ സ്വർണ്ണമല്ലേ അത്. അതുകൊണ്ടാണ് ഞാനത് വകവയ്ക്കാതെ കൊണ്ട് ചെയ്തത്. നിങ്ങളോടൊന്നും പറയാത്തതിനും ഇങ്ങനെയൊക്കെ ആക്കിയതിനും എന്നോട് ക്ഷമിക്കണം. ഞാൻ പിന്നെ എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോഴേ എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു പോയി അങ്കിളെ എന്ന് പറയാം കേട്ടോ. ഓടി വന്ന് ആര്യനോട് പറയാം, ആര്യ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, നമ്മുടെ കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്. ഇത് ഇങ്ങനെയൊക്കെ ആയി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആര്യ, എന്നോട് ക്ഷമിക്കണം ആര്യ എന്ന് പറയാം. ആര്യനും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് നേരെ നമ്മുടെ മീനാക്ഷിയുടെ അടുത്തേക്ക് വരിക. ചേച്ചി ഒന്ന് ഞാനാണെങ്കിൽ പാവം പിടിച്ച മീനാക്ഷി ചേച്ചിയും കൂടി ഇതിലോട്ട് കുരുക്കിയിട്ടു. ചേച്ചി ഇതൊന്നും അറിയാത്ത കാര്യമാണ്. പക്ഷേ ചേച്ചിയെ കൊണ്ട് ഞാൻ കള്ളവും പറയിപ്പിച്ചു ആര്യനെ വിളിപ്പിച്ചിട്ട്. അല്ലേ, സാരമില്ല മോളെ, അതൊന്നും വിഷമിക്കാതെ പോട്ടെ. എന്നാലും എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ആകാശും അതുപോലെ നമ്മുടെ ആനന്ദും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ്റെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും നമ്മുടെ മിത്ര പറയണം, അങ്കിളിന് എന്നോട് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തരാം, ഞാനത് അനുഭവിച്ചോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാലൻ പറയാം, മോളെ ഈ കല്യാണവും ഗുരുവായൂർ വെച്ചുള്ള നിങ്ങളുടെ കല്യാണവും നടത്തി തന്നതും അന്നത്തെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാത്തിനും സാക്ഷിയായിട്ട് ഒരാളുണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ ഗോമതി. ഞാനതിലൊന്നും സാക്ഷിയല്ലായിരുന്നു. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. കാര്യങ്ങളൊക്കെ ഇനി വിശദീകരിക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ശിക്ഷ തരണോ അതോ രക്ഷ തരണോ? ഞാനല്ല അതിനർഹതപ്പെട്ട ആൾ. അതിനൊക്കെ അർഹതപ്പെട്ട ആളെന്ന് പറയണത് ഗോമതി തന്നെയാണ്. ഗോമതി തീരുമാനിക്കട്ടെ, അതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നാൽ അപ്പച്ചി പറ, എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയാട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി ആദ്യം ഒന്നും മിത്രയെ രൂക്ഷമായി നോക്കുകയാണ്. എന്നിട്ട് ചാടി എണീറ്റ് മിത്രയുടെ അടുത്ത് വരും കേട്ടോ. ഒരു വഴക്കോ അടിയോ പ്രതീക്ഷിച്ചാണ് മിത്ര നിൽക്കുന്നത്. പക്ഷേ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഗോമതി, മോളെ നീ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് പറയാനുണ്ട്. എന്നാലും ആരും നീ ഇത്രത്തോളം ഉയർത്തി പറഞ്ഞല്ലോ, അവൻ്റെ യശസ് ഉയർത്തി കാണിച്ചല്ലോ, അവനെ നാണം കെടുത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ദേവമംഗലം കുടുംബത്തിനെ മുഴുവനും നിൻ്റെ കൈകളിലാക്കി. ഞങ്ങൾ ആരും വിട്ടുകൊടുത്തില്ല നിൻ്റെ ആൾക്കാർക്ക്. പക്ഷേ നീ ഇതെല്ലാം തുറന്നു പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സാരമില്ല, പോട്ടെ, നടന്നതൊക്കെ നല്ലതിനായിരിക്കാം. ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. എല്ലാം ആയെങ്കിലും ഇത്രയൊക്കെ തുറന്നു പറഞ്ഞു. നിൻ്റെ കാര്യങ്ങളും ഈ രഹസ്യങ്ങളും കൃഷ്ണമംഗലത്തുകാർ ഇത്രയും നാൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ അറിഞ്ഞെങ്കിലും ദേവമംഗലത്തുകാർ നാണം കെടേണ്ടി വന്നില്ലല്ലോ. എല്ലാവരെയും നീ അവർക്ക് മുന്നിൽ തല ഉയർത്തി പിടിക്കാനുള്ള ഒരു അവസരമല്ലേ നീ ഇന്ന് ഉണ്ടാക്കി കൊടുത്തത്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മിടുക്കി, ഇങ്ങനെ തന്നെ വേണം. പക്ഷേ ബാലേട്ടാ കണ്ടോ, അവൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയല്ലേ? അപ്പം ബാലൻ പറയുന്നുണ്ട്, മോളെ അന്ന് നിൻ്റെ കൈയും പിടിച്ച് ഇവൻ ഇവിടെ കയറി വന്നപ്പോഴത്തേക്കിനും ഞാൻ ശരിക്കും പറയാം, ഒരു മരുമകളല്ല ഞങ്ങൾക്ക് കിട്ടിയത്, ഒരു മകളെ തന്നെയാണ് കിട്ടിയത്. അതെ എന്നും പറഞ്ഞ് സന്തോഷിക്കട്ടോ. അപ്പോഴേ ആകാശ് പറയുന്നുണ്ട്, നമ്മുടെ മീനാക്ഷി പറയാം, കുറേ നേരമായി ഒരു മരുമകളെ ഇങ്ങനെ പൊക്കി പറയാൻ തുടങ്ങിയിട്ട്. ഞാനും ഈ വീടിൻ്റെ മരുമകളാണ്, വന്ന് കയറിയത് തന്നെയാണ്, എന്നെ ആരും പൊക്കി പറയുന്നില്ല. അപ്പോഴാണ് ആകാശ് ചാടി എണീറ്റ് പറയാം, അയ്യോ എൻ്റെ ഭാര്യയെക്കുറിച്ചേ ഞാൻ തന്നെ വാനോളം പുകഴ്ത്തി പറയുന്നത് നല്ലത്, ഞാൻ പറയാടി നിന്നെക്കുറിച്ച് എന്നും പറഞ്ഞ് ആകാശ് ചാടി എണീച്ച് മീനാക്ഷിയുടെ അടുത്ത് വന്നിട്ട്, എൻ്റെ ഭാര്യയെ പോലൊരു ഭാര്യ ഇനി ഇവിടെ കിട്ടാനാ, അവൾ നല്ല മിടുക്കിയാണ്, അവൾ ഈ വീടിൻ്റെ ഐശ്വര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് ഇവർ ദേവിയെക്കുറിച്ച് ആലോചിക്കണം കേട്ടോ. ആനന്ദേട്ടാ, ദേവിയെടുത്തിയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആനന്ദേട്ടൻ ഇപ്പോൾ പുകഴ്ത്തി പറഞ്ഞിരുന്നു ദേവിയെടുത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്നിങ്ങനെ അവർ പറയാം. പക്ഷേ ആനന്ദിൻ്റെ മുഖം പെട്ടെന്ന് വാടിപ്പോയി കേട്ടോ. കാരണം ദേവി അവിടെ ഇല്ല, കടയിലാണ്. പിന്നെ പോരാഞ്ഞിട്ട് ദേവിയെക്കുറിച്ച് മഹത്വം എന്താണ് പറയാനുള്ളത്? വഞ്ചനയും ചതിയും അല്ലേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ആനന്ദിൻ്റെ മുഖം വല്ലാണ്ടായത്. അന്ന് രാത്രി ആര്യനും മിത്രയും കൂടെ ബെഡ്റൂമിലിരിക്കുന്ന സമയത്ത് വീണ്ടും
നമ്മുടെ മിത്ര ആര്യൻ്റെ അടുത്തേക്ക് വന്ന് ക്ഷമയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആര്യ, ഈ രഹസ്യങ്ങളൊക്കെ നമ്മൾ മൂടി വെച്ചു, ആരും അറിയണ്ടെന്ന് കരുതി. എന്തെല്ലാം ത്യാഗങ്ങൾ അതിൻ്റെ പേരിൽ എന്നെ വിട്ടു കൊടുക്കാതെ ആര്യൻ സഹിച്ചത്. പക്ഷേ ഇന്ന് അതെല്ലാം എനിക്ക് തുറന്നു പറഞ്ഞ് എല്ലാവരും അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് ആശ്വാസമായി. പക്ഷേ ആര്യന് എന്നോട് ദേഷ്യമുണ്ടോ? ആര്യൻ പറഞ്ഞത് കേൾക്കാതെ ഞാനത് പണയം വയ്ക്കാൻ കൊണ്ടുപോയില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അങ്ങനെ ആര്യൻ നമ്മുടെ മിത്രയുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.